പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ സംസ്കാരം സംബന്ധിച്ച ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്നുണ്ടാവില്ല. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത്. ബിജുവിൻ്റെ അച്ഛൻ്റെ സഹോദരൻ പെങ്ങളുടെ മകൻ അടുത്ത ബന്ധുവാണ്. ചേട്ടാ, എന്താ സംസ്കാരത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്? സംസ്കാരത്തിൻ്റെ കാര്യങ്ങളെ പറ്റി തീരുമാനിക്കുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഇടത്തിട്ട മോർച്ചറി കൊണ്ടുപോയി വെക്കും. അനിയൻ ഒരാൾ വരാനുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊന്ന് അറിയിച്ചതിന് ശേഷമേ നമ്മൾ അടക്കത്തിൻ്റെ ടൈം നിശ്ചയിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവരോടൊന്നും കൂടി ആലോചിച്ചും കൊണ്ട് ഇപ്പം ഇവൻ്റെ ജ്യേഷ്ഠനുണ്ട്, നമ്മുടെ ബിജു ജോർജിൻ്റെ ജ്യേഷ്ഠൻ ജോമൻ എന്ന് പറയും, അവനുണ്ട്. അപ്പോൾ അവനുമായിട്ടും ഒക്കെ ഞങ്ങളൊന്നും കൂടി അത് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ. ഇന്നും ഉണ്ടാവില്ല? ഇന്ന് എന്തായാലും ഉണ്ടാവില്ല. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അവൻ്റെ വരവനുസരിച്ചായിരിക്കും ചിലപ്പം മിക്കവാറും തീരുമാനം എടുക്കുക. എന്താ സംഭവിച്ചത്? അങ്ങനെ വല്ലതും നമ്മൾ ആ സ്ഥലത്തുനിന്ന് അറിഞ്ഞായിരുന്നോ? അത് അവരവിടുന്ന് പപ്പാമാർ രണ്ടുപേരും കൂടെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് പോയതാണ്. അവിടുന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് കൂടലിൽ വെച്ചാണ് ഈ സംഭവം. കൂടൽ അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഞങ്ങൾ വന്നു, ഞാൻ പത്തനാപുരത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ വന്ന വഴിക്ക് അവിടെ കയറി എല്ലാം കണ്ട് ആക്സിഡൻറ്റ് നടന്ന സ്ഥലമെല്ലാം ശ്രദ്ധിച്ചു. അപ്പോഴത്തേന് ബോഡി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ബിജു പൂർവ്വ സൈനികനായിരുന്നല്ലേ? എന്തോ സൈനികനായിരുന്നല്ലേ? അതെ, എക്സ് മിലിറ്ററിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ നിലവിൽ എറണാകുളം ലക്ഷർ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ, അതായത് പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിലെയും സെക്യൂരിറ്റി ആയിരുന്നു. ബന്ധുക്കളൊക്കെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കാര്യം അവിടെ ഈ സംസ്കാരം സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. സംസ്കാരം എന്തായാലും ഇന്നില്ല എന്നുള്ളത്, ഇനി എന്നാണെന്ന് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. അറിയുന്ന ആൾക്കാരാണോ അതോ? എനിക്ക് അറിയുന്നവരല്ല. ഇപ്പോഴാണ് ആൾക്കാരെ മനസ്സിലായത്. അപകടം നടന്നയുടൻ തന്നെ എന്നെ വിവരം അറിയിച്ചു. ഞാൻ ആംബുലൻസിനോട് ഇവിടെ എത്തുകയായിരുന്നു. എത്തുകഴിഞ്ഞപ്പം ഇവരെ കൊണ്ടുവന്ന ആംബുലൻസിൻ്റെ ഓണറാണ്. അപ്പം ഡ്രൈവർ ഇതാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് 4 പേരും വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അതിൽ ആ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിനെ പുറത്തെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ പുറത്തെടുത്ത് ഞങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. തിരിച്ച് വന്നിട്ടാണ് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി വാഹനം വെട്ടി പൊളിച്ചാണ് മറ്റു 3 പേരെയും വാഹനത്തിനുള്ളിൽ നിന്ന് എടുത്തത്. അപ്പം ബിജു 3 പേര് മരിച്ച നിലയിൽ തന്നെയായിരുന്നു. അങ്ങനെ നിങ്ങൾ ആദ്യം അനുവിനെ മുത്തൂറ്റിലേക്ക് കൊണ്ടുപോയി? ആദ്യം ഞങ്ങൾ കോന്നി ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് വേറൊരു ആംബുലൻസാണ് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവന്നത്. വഴിമധ്യമായി തിരിച്ചായിട്ട് അറിയുന്നു.